ഭാര്യയുടെ സമ്മതം വാങ്ങിയിട്ട് ചെയ്യണം. മുതിർന്ന മക്കൾക്ക് പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ അവരുടെ സമ്മതം വാങ്ങിയിട്ട് ചെയ്യണം. ചെറിയ മക്കൾക്ക് സമ്മതം വാങ്ങാതെ അവരുടെ വാപ്പയോ വലിയാപ്പയോ ആകുന്ന രക്ഷിതാവ് സ്വന്തം മുതലിൽ നിന്ന് ഉളുഹിയത്ത് വാങ്ങി അറുത്താലും, മൃഗത്തെ വാങ്ങി ഉളുഹിയത്തറുത്താലും ആ കുട്ടികൾക്ക് അത് കിട്ടും. അല്ലാതെ സമ്മതം പറയാൻ പ്രായമായ ആളുകളുടെ സമ്മതം വാങ്ങാതെ ഉളുഹിയത്തറുത്താൽ ആ ഉളുഹിയത്ത് അവരുടേതായി പരിഗണിക്കപ്പെടുന്നതല്ല. ആരെങ്കിലും ഒരാള് ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയാൽ അയാൾക്ക് ഹജ്ജ് ചെയ്യൽ വാജിബുണ്ട്. ഉളുഹിയത്ത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഉളുഹിയത്ത് മരണപ്പെട്ട ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അയാളുടെ വസിയ്യത്ത് ഉണ്ടാകണം. മനസ്സിലായോ? ജീവിച്ചിരിപ്പുള്ള ആളുടെ സമ്മതം വാങ്ങണം എന്ന് പറഞ്ഞതുപോലെ മരണപ്പെട്ട ആളുടെ വസിയ്യത്ത് ഉണ്ടാകണം. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഉളുഹിയത്തറക്കണം എന്നൊരാൾ വസിയ്യത്ത് ചെയ്താൽ ഉളുഹിയത്തറക്കാം എന്നല്ലാതെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉളുഹിയത്തറക്കൽ പറ്റില്ല. അങ്ങനെ അർത്ഥ ശരിയാവുകയും ഇല്ല. അതേ സ്ഥാനത്ത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആളുകൾക്ക് മറ്റൊരു രീതിയിൽ ഉളുഹിയത്തിന്റെ പ്രതിഫലം നൽകാൻ സാധിക്കും. അതെങ്ങനെയാണ്? നമ്മൾ നമ്മുടേതായ ഉളുഹിയത്തറക്കുകയും അതിന്റെ പ്രതിഫലം ഇന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ സാധാരണ എല്ലാ അമലുകൾക്കും അതിന്റെ പ്രതിഫലം ഇന്ന ആളുകൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ ഉളുഹിയത്തിന്റെ അമലിലും അങ്ങനെ ദുആ ചെയ്താൽ സവാബിൽ ഇശ്റാക്ക് തശ്രീക്ക് നടക്കും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് ആ മൃഗത്തെ അറുക്കുന്നത് ആരെ തൊട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ചില ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ അർത്ഥം പറഞ്ഞത് അല്ലാഹുമ്മ ഹാദിഹി അൻ മുഹമ്മദിൻ വ ഉമ്മത്തി മുഹമ്മദിൻ അൻ മുഹമ്മദിൻ വ അഹ്ലി ബൈത്തിഹി വ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹിന്റെ ഉളുഹിയത്താണ്, തന്റെ അഹ്ലു ബൈത്തിന്റെ ഉളുഹിയത്താണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ഉളുഹിയത്താണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മസ്അലയിൽ സമ്മതം വാങ്ങാതെ ഉളുഹിയത്തറുത്താൽ ശരിയാകൂല എന്ന് പറഞ്ഞു. ഹദീസിലാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയത്തറുത്തിട്ട് അൻ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറയുന്നത് കാണുന്നു. സമ്മതം വാങ്ങിയിട്ടില്ലല്ലോ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അവിടെയാണ് ആലിമീങ്ങൾ പറയുന്നത് അത് സവാബിലുള്ള തശ്രീക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങളെ തൊട്ട് ഉളുഹിയത്തറുക്കുന്നു. അതിന്റെ സവാബ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് മുഴുവനും ദാനം ചെയ്യുന്നു. അതാണ് സവാബിലെ തശ്രീക്ക്. നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ട് ഓതിച്ചു കൊടുക്കലുണ്ടല്ലോ എല്ലാവർക്കും. യാസീൻ ഓതിയെ കൊടുക്കല്ലോ എല്ലാവർക്കും, അല്ലെ? സുന്നത്ത് ജമാഅത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ പിശുക്കത്തരം ഇല്ലാത്ത ശൈലിയാണ്. ഈമാനും ലുബ്ധതയും ഒരു മനസ്സിൽ ഒരുമിച്ച് കൂടൂല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാനും പിശുക്കത്തരവും ഒരു കൽബിൽ ഒരുമിച്ച് കൂടൂല. അപ്പോ കൊടുക്കേണ്ടത് കൊടുക്കണം. ഏറ്റവും വലിയ പിശുക്കത്തരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോ സലാത്ത് അല്ലാതിരിക്കുന്നത് അൽ ബഖീലുല്ലദീ ദുഖിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പിശുക്കത്തരം. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഏറ്റവും വലിയ ബഖീലാര അബ്ഖലുൻ നാസ് മൻ യബ്ഖലു ബിസ്സലാം. സലാം പറയാൻ പിശുക്കുന്നവരാണ് ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ലുബ്ധൻ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അമ്മസായില ഫലാ തൻഹർ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ചോദിച്ചവനെ നീ അവഗണിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശുക്കനാകരുത് എന്നാണല്ലോ. ആ പറഞ്ഞത് കാശ് ചോദിച്ചവനെ കുറിച്ചോ ധനം ചോദിച്ചവനെ കുറിച്ചോ മാത്രമല്ല, അറിവ് ചോദിച്ചാലും അത് പറഞ്ഞു കൊടുക്കാൻ നീ പിശുക്കത്തരം കാണിക്കരുത് എന്നതിന് അർത്ഥമുണ്ട് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്തിന് തഫ്സീർ പറഞ്ഞത് കാണാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇത്തരം ഹദീസുകൾ വെച്ച് നോക്കുമ്പോ ഈമാനുണ്ടോ അവൻ പിശുക്കനാകാൻ പാടില്ല. ആ പിശുക്കൻ ആകാൻ പാടില്ലാത്തത് കൊണ്ടാണ്
ഒരു ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതിയാലും അതിന്റെ സവാബ് കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹുവിനോട് നമ്മൾ പറയാണ്, പടച്ചോനെ, ഓതിയത് ഞങ്ങളാണെങ്കിലും അതിന്റെ സവാബ് തരുന്നവൻ നീയാണല്ലോ. എണ്ണവും വണ്ണവുമില്ലാതെ, അളവില്ലാതെ, കണക്കില്ലാതെ സവാബ് തരാൻ കഴിയുന്ന രാജാവായ അള്ളാഹുവേ, നീ ഇതിന്റെ സവാബ് ഞങ്ങൾക്ക് തരുമ്പോ തത്തുല്യമായ സവാബ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയവരും ജീവിച്ചിരിപ്പുള്ളവരുമായ എത്രയൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവരിൽ പ്രത്യേകമായ ആളുകളെ പ്രത്യേകം പറഞ്ഞുകൊണ്ടും അല്ലാത്തവർക്ക് പൊതുവായി വഇലാ ഹദറാത്തി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ ഫാത്തിഹ സൂറത്തിന്റെ സവാബ് അവർക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഈമാനുള്ള മുഅ്മിനീങ്ങൾ. കാരണം ഈമാനുള്ള കൽബിൽ പിശുക്കത്തരമുണ്ടാകാൻ പാടില്ല. ഇതിനെ ചില ആളുകൾ പരിഹസിക്കലും കളിയാക്കലൊക്കെ ഉണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിൽ, കിതാബുൽ അദ്കാറിൽ ദിക്ർ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ കിതാബിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ എന്താണ്? ബഹുമാനപ്പെട്ടവരെന്താ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ ഓതിയാൽ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഔസിൽ ഇലാ ഹദറത്തി ഫുലാൻ ഇലാ റൂഹി ഫുലാൻ, ഇന്ന ആളുടെ ആത്മാവിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യലാണ് ഏറ്റവും അഭികാമ്യമായ രീതിയെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ അദ്കാറിൽ പറയുന്നത് വെറുതെയല്ല. സവാബ് അവർക്ക് കൊടുക്കാൻ വേണ്ടി അതിനെ ദാനം ചെയ്യുന്ന പിശുക്കത്തരമില്ലാത്ത ഈമാനിന്റെ ഉടമകളായി നമ്മൾ മാറണം. അപ്പൊ അവിടെ വേറൊരു ചോദ്യമുണ്ട്. അതെന്താ? ഒറ്റ ഫാത്തിഹ സൂറത്ത് കൊണ്ട് മുഅ്മിനീങ്ങൾ ഓരിയിരിക്കുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആദ്യം തന്നെ അങ്ങനെ പറയല്, അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു, അല്ലെങ്കിൽ സവാബ മാ ഖറഅനാഹു, രണ്ട് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇലാ ഹദറത്തി നബിയിനാ വസയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണം. രണ്ടാമത് പറയുന്നത് മറ്റ് അമ്പിയാക്കളിലേക്ക് എത്തിക്കണം. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനും അതുപോലെ തന്നെ ആ സ്വഹാബത്തിലെ വിശിഷ്ട വ്യക്തികളെ ചിലപ്പോൾ പ്രത്യേകം എടുത്തു പറയും, ബദരീങ്ങൾ, യഹൂദീങ്ങളെയൊക്കെ. അവിടുന്ന് അങ്ങ് തുടങ്ങിയിട്ട് ഔലിയാക്കളെയും സാലിഹീങ്ങളെയും ആലിമീങ്ങളെയും സാഹിദീങ്ങളെയും ഉസ്താദുമാരെയും ആരിഫീങ്ങളെയും എല്ലാവരെയും പറഞ്ഞ് നമ്മുടെ കുടുംബ ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ പ്രത്യേകം പറഞ്ഞ് അവസാനം വഇലാ ഹദറാത്തി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോ ഒറ്റ ഫാത്തിഹ സൂറത്തിന്റെ സവാബ് കൊണ്ട് കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഫാത്തിഹയുടെ സവാബ് ഒഴുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുന്ന വിശാല മനസ്കതയുടെ ഉദാഹരണമാണ് സുന്നികളുടെ മജ്ലിസുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ചിലപ്പോ ഇലാ ഹദറത്തിയൊക്കെ പറയുമ്പോ അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് ചില ആൾക്കാർ കാണാം ഒറ്റ മുങ്ങലാണ്ട് മുങ്ങണം. അൽ ഫാത്തിഹ എന്ന് കേട്ട അപ്പം മുങ്ങണവരുണ്ടാവും. ഓൽക്ക് ഫാത്തിഹ തീരെ പറ്റൂല. ഫാത്തിഹ ഓൽക്ക് തീരെ പറ്റൂല. അതിന് കാരണമുണ്ട്. ഫാത്തിഹ തീരെ പറ്റാതെക്കാൻ പല കാരണമുണ്ട്. ഫാത്തിഹ സൂറത്തിന് പല പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സബഉൽ മസാനി എന്നതിന് പേര് പഠിപ്പിച്ചിട്ടുണ്ട്. അൽ അസാസ് എന്നതിന് പേരുണ്ട്. അൽ കാഫിയ എന്നതിന് പേരുണ്ട്. അൽ വാഫിയ എന്നതിന് പേരുണ്ട്. അഷ്ഷിഫാ എന്നതിന് പേരുണ്ട്. തഅലീമുൽ മസ്അല എന്നതിന് പേരുണ്ട്. അങ്ങനെ ഫാത്തിഹ സൂറത്തിന് എത്ര എത്ര പേരുകളുണ്ട്. ആ പേരുമായി ഒന്നും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത, ഫാത്തിഹയുടെ ആശയവുമായി ഓരോ നിലക്കും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അൽ ഫാത്തിഹ എന്ന് കേൾക്കുമ്പോൾ ഒറ്റ മുങ്ങല, പിന്നെ അവിടെ കാണൂല. ഞാനിത് പറയണത് ഒരു കോമഡി ആയിട്ട് പറയല്ല, അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി പറയല്ല. സാധാരണക്കാരായ ആളുകൾ ആലോചിക്കണം, എന്തിനാണ് അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ മുങ്ങണത്? ഇന്നാളൊരുത്തൻ പുതിയാപ്പിള വന്ന് ഇരുന്ന സമയത്ത്
ഒരു അൽഫാത്തിഹ വിളിച്ചു. നമ്മളെ നാട്ടിലുണ്ടല്ലോ, അല്ല, പുതിയാപ്പിള വന്ന് പോണ സമയത്ത് പോയതിന് ശേഷം പെണ്ണിനെ കൊണ്ടുപോകാൻ വേണ്ടി പന്തലിലേക്ക് ഇറക്കണതിന്റെ മുമ്പുണ്ട് ഒരു അൽഫാത്തിഹ, അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ അല്ലേ ഒരു അൽഫാത്തിഹ? ഒരു അൽഫാത്തിഹ ഉസ്താദ് വന്ന് അൽഫാത്തിഹ വിളിച്ച് കുറെ ആൾക്കാർ കൂടിയ ആളുകളൊക്കെ അൽഫാത്തിഹയിലെ പങ്കുണ്ട്. അങ്ങനെ ഉസ്താദ് ആയിരുന്നു, എല്ലാവരും ആമീൻ പറഞ്ഞു. അൽഫാത്തിഹ കേട്ടപ്പോ ഒരുത്തൻ അവിടുന്ന് തടിയെടുത്തു. അപ്പൊ തടിയെടുത്തതിനെ കുറിച്ച് ചോദ്യം വന്നപ്പോ അവന്റെ ന്യായമാണ്, ഞാൻ എന്താ അൽഫാത്തിഹ ഓതാത്തെന്നറിയോ? എന്താ ഞാൻ അൽഫാത്തിഹ ഓതാത്തത്? ആ ദുആയിൽ എന്താ ഞാൻ പങ്കുകൊള്ളാത്തെന്നറിയോ? ആ സമയത്ത് പുതിയാപ്പിള വന്നു പോണ സമയത്ത്, അല്ലെങ്കിൽ പെണ്ണിറങ്ങുന്ന സമയത്ത്, അങ്ങനെ കല്യാണപ്പെരയിൽ നടക്കുന്ന ദുആയിൽ പല ആളുകളും പങ്കുകൊള്ളുന്നത് ആത്മാർത്ഥതയില്ലാതെ, ആ ദുആയിൽ ശ്രദ്ധയില്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ദുആയിൽ പങ്കെടുക്കാത്തത്. എന്തൊരു ന്യായം അല്ലേ? എന്നാ പിന്നെ ഈ മാർക്കറ്റിലെ പള്ളിന്നല്ല, സാധാരണ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണ നേരത്തും ആ നിസ്കാരത്തിൽ എങ്ങനെ പങ്കെടുക്കുക? എത്രയോ ആൾക്കാർ ആ നിസ്കാരത്തിൽ വരുന്നത് കണക്കൂട്ടാനാ. അപ്പൊ നിസ്കരിക്കണ നേരത്ത് പള്ളി കയറരുത്, പുറത്തിങ്ങനെ നിൽക്കണം. എന്താ? ഈ ആളുകളൊക്കെ നിസ്കരിക്കണത് പല ചിന്തയിലുമാണ്. പൊന്നാര ഹബീബെ, എന്താ ചിന്തിക്കേണ്ടത്? ഇവിടെ ആരൊക്കെ ശ്രദ്ധയില്ലാതെ ആത്മാർത്ഥമല്ലാതെ ദ്വാരുന്നു എന്ന് നോക്കാൻ നമ്മൾ അള്ളെ ഏൽപ്പിച്ചിടണോ? അല്ലെങ്കിൽ അന്യ മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാർത്ഥതയെ അളക്കാനും ചോദ്യം ചെയ്യാനും നമുക്കെന്ത് യോഗ്യത ഉണ്ട്? ഇനി വലവ് സുല്ലിമ, അങ്ങനെ ആർക്കും ആത്മാർത്ഥത ഇല്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഈ ദുആ വെറുതെയാകരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആമീൻ പറയാൻ ഞാനെങ്കിലും ഇവിടെ നിൽക്കട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പൊ എന്താ സംഭവം? ചിലരുടെ ന്യായം, അതിന് എന്താ നമ്മളെ നാട്ടിൽ പറയാ? ഞൊണ്ടി ന്യായം എന്ന് പറയും. അതങ്ങനെയാണ്. വേറെ ചിലരുടെ ഞൊണ്ടി ന്യായം ഉണ്ട്. അതെന്താ? അത് അതിനേക്കാൾ ബഹുരസാണ്. നമ്മളെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരത് കേട്ടാ ചിലപ്പോ ഓർക്ക് തോന്നും, പടച്ചോനെ ഇത്രയൊക്കെ സൂക്ഷ്മതയുള്ള ഒരു വിഭാഗമാണോ ഇതെന്ന് തോന്നും. കാരണം എന്താ? വേറെ ചില ആളുകൾ പറയാറുള്ളത്, ഞങ്ങള് യാസീൻ ഓതണേനോ ഖുർആൻ ഓതണേനോ ദ്വാരക്കണേനോ ഒന്നും എതിരല്ല, പിന്നെ ഈ പുതിയാപ്പള ഇറങ്ങുമ്പോഴുള്ള ദുആയില് അവിടുത്തെ അൽഫാത്തിഹയിൽ ഞങ്ങൾ പങ്കെടുക്കാത്തത്, അതിന്റെ കാരണം എന്താ അറിയുങ്ങള്? അങ്ങനത്തെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പുതിയാപ്പിളന്റെ കൂടെ സൽക്കാരത്തിന് പോകുമ്പോ പെണ്ണിന്റെ വീട്ടിക്ക്, ആ സൽക്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങണതിന് മുമ്പ് പള്ളിക്കല ഉസ്താദ് ചോദിക്കും, നമ്മളൊന്ന് ദ്വാരക്കല്ലേ അൽഫാത്തിഹ എന്ന് പറയും. അപ്പോഴും മുങ്ങുവം. ഈ മുങ്ങണോണ്ട ഞാൻ എന്താ? ദുആ നമുക്ക് പറ്റാത്തോണ്ടല്ല. പിന്നെന്താ പ്രശ്നം എന്നറിയോ? ഇങ്ങനെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ കേൾക്കുമ്പോ വിവരം കുറഞ്ഞ സാധാരണക്കാരന് തോന്നും, പടച്ചോനെ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് അറുത്ത് മുറിച്ച് അളന്ന് കണക്കാക്കി അതുപോലെ തന്നെ ചെയ്തത് ചെയ്യുകയും ചെയ്യാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന എന്തൊരു സൂക്ഷ്മതയുള്ള മനുഷ്യന്മാര് എന്ന് ചില സാധുക്കൾ ചിന്തിക്കാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ആളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാലോ. അതെന്താ? അള്ളാന്റെ റസൂല് ചെയ്തോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പിന്നെ അതവിടെ നിൽക്കട്ടെ, ചെയ്തോ ഇല്ലേന്ന് പരിശോധിച്ചിട്ട് വേണമല്ലോ അറിയാൻ. അതറിയുന്നതിന്റെ മുമ്പ് നമുക്കൊരു കാര്യം ചിന്തിക്കാലോ. സൽക്കാരത്തിനാണല്ലോ ഇയാൾ വന്നത്. ആ സൽക്കാരത്തിന് ഏറ്റവും സുപ്രധാന പ്രോഗ്രാമായ തീറ്റിയൊക്കെ പള്ള നിറച്ച് കഴിഞ്ഞല്ലോ. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പോരാൻ നേരത്തല്ലേ ഒരു അൽഫാത്തിഹ ഓതിയത്. ആ അൽഫാത്തിഹ ഓതിയത് ദ്വാരക്കണ നേരത്തെ ഇങ്ങനൊരു ദുആ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞ് മാറി ഇന്ന ഈ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഒരു പുതിയാപ്പളത്തക്കാരെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിക്കണോ? അതൊന്നുമാണല്ലോ കാണുക, അല്ലേ? കല്യാണം കഴിഞ്ഞതിന്റെ 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ ദിവസം ഒരു പുതിയാപ്പള സൽക്കാരം പഠിപ്പിച്ചണോ? ആ സൽക്കാരത്തിന് പോയിട്ട് അവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ചണോ ഇല്ലേ എന്നുള്ള ചിന്ത തന്നെ മൂപ്പർക്കില്ല. പള്ള നിറച്ച് തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ തിന്നതിന്റെ ശേഷം ഒരു അൽഫാത്തിഹ ഓതിയപ്പോ അവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇവരുടെ ഉദ്ദേശം?
ഞാൻ പറയുന്നത് ഈമാനുള്ളവന്റെ കൽബിൽ പിശുക്കത്തരമുണ്ടാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ പിശുക്കത്തരം ഇല്ലാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? നാം ചെയ്യുന്ന അമലിന്റെ പുണ്യം, അതിന്റെ കൂലി നമുക്ക് മാത്രം എന്ന് ചിന്തിക്കാതെ എത്ര ആളുകൾക്ക് അതിൽ നിന്ന് അത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോ ആരും ചിന്തിക്കണ്ട, എന്റെ വാപ്പാക്ക് വേണ്ടി യാസീൻ ഓതാനാണ് ഞാൻ ഈ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയത്. എന്നിട്ട് ആ യാസീൻ കൊണ്ടുപോയി ഔലിം വലൂബി ഷാത്തിന്നോ അബൂരിഫത്ത് ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നുണ്ടോ? ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പറയുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് തിരുത്താനാണ് അബൂരിഫത്ത് ഉസ്താദ് ഒരു ഇഷാറോടെ അടിച്ചത്. അതുകൊണ്ട് ഞാൻ അതൊന്ന് പറയാം. പുതിയാപ്പള സൽക്കാരത്തിന് തെളിവുണ്ടോ എന്നാ ചോദിച്ചു. അപ്പൊ പറയേ ഔലിം വലോബി ഷാത്തിൻ, ആടിനെ കൊണ്ടെങ്കിലും നിങ്ങൾ വലീമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ആരാ വലീമത്ത് കൊടുക്കേണ്ടത്? പെണ്ണിന്റെ അമ്മോശനോ? അല്ല, പെണ്ണിന്റെ വാപ്പേ. അമ്മോശനോടല്ല, പുതിയാപ്പളന്റെ അമ്മോശനോടല്ല വലീമത്ത് കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ ആരോടാ? കെട്ടിയ പുതിയാപ്പളിനോടാ. അപ്പൊ പുതിയാപ്പള ആളുകളെ വിളിച്ചിട്ട് സൽക്കരിക്കലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞ വലീമത്ത്. അതിന് പകരം നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ 3-ാമത്തെ ദിവസം പുതിയാപ്പളയെ പെണ്ണിന്റെ പിതാവ് അങ്ങോട്ട് സൽക്കരിക്കാണ്. ആ സൽക്കാരത്തിന് യാതൊരു ലജ്ജയില്ലാതെ മൗലവി പോയിട്ടോ അവിടെ ഇരുന്നിട്ട് കുമ്പ നിറച്ച് തിന്നിട്ട് ഏമ്പക്കം വിട്ടിങ്ങനെ ഇരിക്കാണ്. അൽഫാത്തിയ വിളിച്ചാ പറയേ അത് റസൂലുള്ള ചെയ്തിട്ടില്ല. നോക്കിങ്ങള്, ഇതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം. ഇതെല്ലാം നമ്മളൊന്ന് തിരിച്ചറിയണം. മനുഷ്യന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുന്നത് മുടക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കുന്നു. ഒരു ദുആഇന്റെ മജ്ലിസ് എങ്ങനെയെങ്കിലും നിർത്താൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് ആലോചിക്കുന്നു. ഈ ആലോചനയുമായി നടക്കുന്നവന്റെ സാക്ഷാൽ പേര് ഇബ്ലീസ് എന്നാണ്. ആ ഇബ്ലീസിന്റെ കുട്ടിക്കാണ് ശൈത്താൻ എന്ന് പറയുന്നത്. ശൈത്താൻ ദുർബോധനമുണ്ടാക്കുകയും അള്ളാഹുവിന്റെ ദിക്റ് കേൾക്കുമ്പോൾ പിന്തിരിഞ്ഞു ഓടുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ അവനെ ഖന്നാസ് എന്ന് വിളിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കാണാ, ഇദാ ദുക്കിറല്ലാഹു ഖനസ, അള്ളാഹുവിന്റെ ദിക്റ് കേട്ടാൽ ശൈത്താൻ പിന്തിരിഞ്ഞു ഓടും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖന്നാസ് എന്ന് പഠിപ്പിക്കുന്നത്. ശൈത്താനെ പറ്റിയാണ് പറഞ്ഞത്. ആ ശൈത്താനെ പറ്റി അള്ളാഹുവിന്റെ ഖുർആൻ പിന്നെയും പറഞ്ഞു, മിനൽ ജിന്നത്തി വന്നാസ്, ദിക്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, ഫാത്തിഹയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, ദുആയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശൈത്താന്മാർ ഭൂതവർഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് മനുഷ്യവർഗങ്ങളിലും ഉണ്ട്. അപ്പോ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? റസൂലുള്ളാഹി തങ്ങൾ ചെയ്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണെങ്കിൽ, അല്ലേ, അക്കാരണം കൊണ്ടാണ് ഈ സൽക്കാരത്തിൽ തന്നെ പങ്കൂടാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? അത് വേറെ കാര്യം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ആദർശ ചർച്ചയിൽ വിശദമായി ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, മുസ്ലിം ഒരിക്കലും പിശുക്കനാകാൻ പാടില്ല. പിശുക്കത്തരം എന്ന് പറഞ്ഞാൽ മുതല് കൊടുക്കാനുള്ള മാനസികമായ മടി മാത്രമല്ല. അതിന്റെ തെളിവ് ഞാൻ 2 ഹദീസ് ഉദ്ധരിച്ചു പറഞ്ഞു. അൽ ബഖീലുല്ലദീ ദുഖിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ, ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ പേര് ഇട്ടിട്ട് സലാത്തല്ലാത്തവനാണ്. അപ്പൊ പിശുക്കത്തരം എന്ന് പറഞ്ഞാൽ മുതൽ കൊടുക്കാതെ മാത്രമല്ല, മനസ്സിലായില്ലേ? അൽ ബഖീലു അബ്ഖലുന്നാസി അല്ലദീ യബ്ഖലു ബിസ്സലാം, ആളുകളിൽ ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയാൻ പിശുക്കുന്നവനാണ് എന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം. അപ്പൊ ഈ പിശുക്കത്തരം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഈമാനിന്റെ കൂടെ അത് കൂടൂല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ തന്നെ പിശുക്കത്തരം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊടുക്കാനുള്ള മടി മാത്രമല്ല എന്നും അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ചിന്താഗതി, നമ്മൾ ഓതുന്ന യാസീനും നമ്മൾ ഓതുന്ന ഖത്മും നമ്മൾ ഓതുന്ന ഫാത്തിഹയും എല്ലാം എല്ലാവർക്കും കിട്ടണം. അത് കിട്ടാൻ ഈ ലോകത്ത് തന്നെ നമുക്ക് ജനനമുണ്ടാകാനും ഹിദായത്തുണ്ടാകാനും സമാധാനമുണ്ടാകാനും നാളെ പരലോകത്ത്
നമ്മളെല്ലാവരും രക്ഷപ്പെടാനും ഈ ലോകം തന്നെ അള്ളാഹു പടക്കാനും കാരണക്കാരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഒന്നാമത്തെ പ്രസന്റേഷൻ. ഇതൊരു ഈമാനുള്ള മനുഷ്യന്റെ ഖൽബിന്റെ ഭാഗമാണ്. അതെന്താണ്? ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്തല. മഹബ്ബത്തില്ലാത്തവന് ഈമാനില്ല. മഹബ്ബത്തില്ലാത്തവന് ഈമാനില്ല. പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അപ്പോ എല്ലാവരെക്കാളും നമുക്ക് ബന്ധപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു അമല് എത്ര ചെറുതാണെങ്കിലും ആ അമലിന് അള്ളാഹു തരുന്ന പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹിനോട് നമ്മൾ പറയുന്നത്, പടച്ചോനെ, ഞാൻ ചെയ്ത അമല് അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണം, അതിന് പ്രതിഫലം തരണം. എനിക്ക് മാത്രം പ്രതിഫലം തന്നാ പോരാ, നീ ഇതിന്റെ പ്രതിഫലം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും ആലിമീങ്ങളും ശുഹദാക്കളും അടങ്ങുന്ന ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തുണ്ടാക്കി തന്ന വലിയൊരു വിഭാഗമുണ്ട് ഇവിടെ, അവർക്കെല്ലാം കൊടുക്കണം. അത് പോരാ. ഞങ്ങളെപ്പോലെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചുപോയ എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട് ഇവിടെ. ആ മുഅ്മിനീങ്ങൾക്കെല്ലാം നീ കൊടുക്കണം എന്ന് അള്ളാഹുവിനോട് പറയുന്ന എത്ര വിശാലമായ മനസ്സിന്റെ ഉദാഹരണമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ദുആ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതാണ്. പിതാവിന്റെ വഫാത്തിന്റെ ദിവസം വന്നപ്പോ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഉപ്പാക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ടൊരു സദസ്സുണ്ടാക്കി. ആ സദസ്സിൽ വെച്ച് എല്ലാവരും മൗലിദ് ഓതി, യാസീൻ ഓതിയിട്ട് ദ്വാരക്കാണ്. ആർക്കാ ദ്വാരക്കേണ്ടത്? ബാപ്പാക്ക്. പക്ഷേ ദുആ എങ്ങനെ തുടങ്ങിയത്? അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു ഹദിയത്തൻ മർദിയത്തൻ മിന്നാ ഇലാ ഹദറത്തി നബിയിനാ വസയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ദാനം അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. പിതാവിന് ദുആ ചെയ്യാനുണ്ടാക്കിയ മജ്ലിസിൽ ആദ്യം പറയുന്നത് പിതാവിനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വശരീരത്തെക്കാൾ ഈമാനുള്ളവരോട് കടപ്പെട്ട് കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെയും റസൂലിന്റെയും അപ്പുറത്ത് നിങ്ങൾ ഒരാളെയും മുന്തിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് സമ്മാനിക്കുന്നതിന്റെ മുമ്പ് ഒരു പിതാവിനും സമ്മാനിച്ചുകൂടാ എന്ന് ഈമാനുള്ളവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ബാപ്പാന്റെ ആണ്ടാണെങ്കിലും ബാപ്പ മരിച്ച 40ന്റെ ദിവസമാണെങ്കിലും ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒത്തുകൂടിയതാണെങ്കിലും ആ ദുആ കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ആദ്യത്തെ ദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. കണ്ടോ? കഴിഞ്ഞില്ല. അവിടുന്ന് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത്, കൂട്ടത്തില് വാപ്പാക്കും കൊടുത്ത്, അവിടെയും നിർത്താതെ ലോകത്തെ സർവ്വ മുഅ്മിനീങ്ങൾക്കും കൊടുക്കുന്ന വിശാലമായ മനസ്സിന്റെ ഉടമകളായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന ദുആഇന്റെ മജ്ലിസിൽ ഒരു പാവപ്പെട്ട മനുഷ്യനിങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ചോനെ, എന്റെ ഉപ്പാക്ക് ദ്വാരക്കാൻ വേണ്ടി ഞാൻ ഈ ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ആകെ ഓതിയത് ഒരു യാസീനാണ്. പക്ഷേ ആ യാസീന് കൊണ്ട് ഓഹരി ചെയ്ത് വീതം വെച്ച് കൊടുത്തത് കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾക്കാണ്. ഈ യാസീൻ ഇങ്ങനെ കൊടുത്തു വന്നാൽ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ വീതം വെച്ചെടുക്കുന്ന യാസീനിൽ നിന്ന് എത്ര ചെറിയ അംശം മാത്രമേ എൻ്റെ ഉപ്പാക്ക് കിട്ടുകയുള്ളൂ എന്നൊരു മനുഷ്യൻ ചിന്തിക്കുമ്പോ, സഹോദരങ്ങളെ, അത് മറ്റൊരു സങ്കുചിതമായ മനസ്സിന്റെ ചിന്തയാണ്. എന്താ കാരണം? 1000 രൂപ സംഭാവന ചെയ്യാൻ തീരുമാനിച്ച ഒരാള് 1000 രൂപ കൊടുക്കുന്നത് ഒറ്റ വ്യക്തിക്കാണെങ്കിൽ അയാളെ കയ്യിൽ 1000 കിട്ടും. അതേ സ്ഥാനത്ത് 10 പേർക്ക് വീതം വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചാൽ 100 രൂപ മാത്രമേ ഒരാൾക്ക് കിട്ടുകയുള്ളൂ.
അത് 100 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ 10 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. 1000 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ 1 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കണക്കാണ്. ആ രൂപ വീതം വെച്ച് കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോ ആളുകൾക്കും കിട്ടുന്ന വിഹിതത്തിൽ കുറവ് വരുന്നു. പക്ഷേ കാശ് ഓരി വെക്കുമ്പോൾ, സമ്പത്ത് വീതം വെക്കുമ്പോൾ അങ്ങനെ കുറയുന്നത് സ്വാഭാവികമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാസീന് തരുന്ന പ്രതിഫലം നമ്മൾ മറ്റുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു എങ്ങനെ വീതം വെച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടുന്ന പ്രതിഫലം കുറയുന്നില്ല. നമ്മുടെ ബാപ്പാക്ക് കൊടുക്കുന്ന പ്രതിഫലം കുറയുന്നില്ല. 1 കോടി ആളുകൾക്ക് യാസീന് വീതം വെച്ചു കൊടുത്താൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടുന്ന വിഹിതം കുറയുന്നില്ല. അതേതുപോലെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്കിന്റെ വെട്ടം, അതിന്റെ വെളിച്ചം ആ വീടിന്റെ മുറ്റത്തിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ചെറിയ വെളിച്ചം മാത്രമാണ്. പക്ഷേ ആ വെളിച്ചത്തിൽ നിന്ന് ഒരാള് ഒരു മെഴുകുതിരി കത്തിച്ചു കൊണ്ടുപോയി, വേറെ ഒരാള് വേറൊന്ന് കത്തിച്ചു കൊണ്ടുപോയി. അങ്ങനെ 1000 മെഴുകുതിരി ഈ വിളക്കിൽ നിന്ന് കത്തിച്ചു പോയാലും ആദ്യം കത്തിച്ച വിളക്കിന്റെ വെളിച്ചം ഒട്ടും കുറയില്ല. രണ്ടാമത് കത്തിച്ച മെഴുകുതിരിയുടേതും കുറയില്ല. അങ്ങനെ എവിടെയും ഒരൽപ്പം വെളിച്ചത്തിനും കുറവ് വരാതെ എല്ലാ വെളിച്ചവും ഒരുപോലെ നല്ല നിലക്ക് പ്രകാശിക്കുകയും, ഏറെ തിരി കത്തിച്ചതുകൊണ്ട് ആദ്യത്തെ തിരിയുടെ വെട്ടം കുറയാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് നമ്മൾ ഓതുന്ന യാസീൻ കൊടുത്താൽ, നമ്മുടെ തബാറക്ക കൊടുത്താൽ, നമ്മുടെ ഇഖ്ലാസ് ഫാത്തിഹ കൊടുത്താൽ അത് കിട്ടുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നല്ലാതെ അത് കിട്ടുന്നവർക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല എന്ന സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെല്ലാം കൊടുക്കാൻ കഴിയുമോ അവർക്കെല്ലാം കൊടുത്ത് സങ്കുചിതമല്ലാത്ത, പിശുക്കത്തരമില്ലാത്ത മനസ്സ് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതിന്റെ അധ്യാപനങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ ഒരു ദുആ മജ്ലിസിൽ നിന്ന് പോലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, നമ്മുടെ ഏത് പരിപാടിക്ക് കൂടിയാലും അവിടെ പിശുക്കത്തരം ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക. അത് ഉളുഹിയ്യത്തിലും നടക്കുന്ന, അപ്പൊ പറഞ്ഞത് ഉളുഹിയ്യത്തിന്റെ പ്രതിഫലം അള്ളാഹുവിനോട് പറയാ, ഇത് ഇന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറയാ. അള്ളാഹിനോട് ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയമാണ്, പഠിച്ചോനെ അള്ളാഹിനോട് അങ്ങനെ യാസീന്റെ പ്രതിഫലം, അർത്ഥയിന്റെ പ്രതിഫലമൊക്കെ ചോദിച്ചു വാങ്ങാൻ പറ്റുമോ എന്നാണ്. ഇത് ചോദിക്കുന്ന ആൾക്കാരെന്നെ അപ്പുറത്ത് എന്നിട്ട് പഠിച്ചോനെ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണട്ടോ എന്ന് പറയും. അതിനാർക്കും ഒരു വേവലാതിയില്ല. യാസീന്യം വാത്തിയന്യം പ്രതിഫലം മറ്റുള്ളവന് കൊടുക്കാൻ വേണ്ടി അള്ളാഹിനോട് പറഞ്ഞാല് ബേജാറായിട്ട് ആ ദുരേന്ന് പോണ ആളെന്നെ പഠിച്ചോനെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേന്ന് പറയുമ്പോൾ ആമീൻ, അവിടെ യാതൊരു വിഷമവുമില്ല. അപ്പൊ എന്തേപ്പത് പ്രതിഫലം? ഒരു യാസീന്റെ പ്രതിഫലം കൊടുക്കാൻ പറയുമ്പോൾ ഒരു ബേജാറ്. അല്ലാഹു തആല എത്ര വലിയ രാജാവാ, എത്ര കൊടുത്താലും പടച്ചോന്റെ കയ്യിലുള്ളത് തീരോ? അള്ളാഹുവിന്റെ അധികാരത്തിലുള്ളത് തീരോ? നീ കയ്യെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിനെതിരെ സമരം ഉണ്ടാക്കണ്ട. അതിനാണ് ആ കയ്യിന്റെ അർത്ഥം ഉടനെ പറഞ്ഞത്. അള്ളാഹുവിന്റെ അധികാരത്തിലുള്ളത് അള്ളാഹുവിന്റെ സുബ്ഹാനഹു വ തആലക്ക് നൽകാൻ ലോകത്ത് കഴിയാത്ത ഒന്നുമില്ല. അള്ളാഹുവിന്റെ അധികാരത്തിലുള്ളത് അള്ളാഹു നൽകിയതുകൊണ്ട് തീരില്ല. അതുകൊണ്ട് ആർക്ക് നൽകാനും നമുക്ക് അള്ളാഹിനോട് പറയാം. അത് ഉളുഹിയ്യത്തിലും സാധിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി ഉളുഹിയ്യത്ത് ചെയ്യണമെങ്കിൽ, നേരെ ചെയ്യണമെങ്കിൽ അവരുടെ വസിയ്യത്ത് വേണം. ജീവിച്ചിരിപ്പുള്ളവർക്ക് വേണ്ടി ഉളുഹിയ്യത്ത് ചെയ്യണമെങ്കിൽ അവരുടെ സമ്മതം വേണം. ഈ സമ്മതവും അതുപോലെ തന്നെ വസിയ്യത്ത് എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാം.
ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടിയും ചെയ്യാം. ഇനിയിപ്പോൾ ഒരുപാട് സംശയങ്ങൾ, എങ്ങനെയൊക്കെ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എന്തൊക്കെ നിബന്ധനകൾ വെക്കണം, ഇന്ന മൃഗങ്ങളെ പറ്റുമോ, ആരാണത് അറുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, അങ്ങനെ അങ്ങ് തുടങ്ങി ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിശാലമായ ഒട്ടനേകം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എല്ലാം കൂടി ഇന്ന് പറഞ്ഞു തീർക്കാൻ ഞാൻ തീരെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. ഇന്നിനി അല്പസമയം പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിന് എനിക്ക് അറിയുന്ന ജവാബുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. ഇല്ലെങ്കിൽ വലിയ വലിയ അറിവുള്ള ഉസ്താദുമാർ ഇവിടെ ഉണ്ട്, അവർ അതിലിടപെടും. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് മസ്അലകൾ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന കുറേ വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്തിൽ നിന്ന് വിഭിന്നല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിൻ്റെ മസ്അലകൾ 2-3 ദിവസങ്ങളിലായി ഘട്ടം ഘട്ടമായി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് അവൻ ഏറ്റിത്തരട്ടെ. നമ്മുടെ അറിവിലും ചിന്തയിലും ബുദ്ധിയിലും സമയങ്ങളിലും അതുപോലെ നമ്മുടെ അർവാഹിലും എല്ലാം അല്ലാഹു തആല വലിയ ബറക്കത്ത് തരട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, മക്കൾ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ തുടങ്ങി നമ്മളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അർഹമുർ റഹീമീനായ റബ്ബ് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 ആടുകൾ റൈസാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സ്ഥിരം അതിഥി അബൂസഫു ആണ്. രണ്ടാമത്തത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ അഡ്മിൻ കൂടിയായ ഷറഫുക്കയാണ്. ഏതായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടാവും എന്ന നിലക്ക് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. എല്ലാവരും എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ ചോദിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സംശയമുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. യാത്രയയപ്പിന്റെയും യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെയും കല്യാണത്തിന്റെയും മരണ വീട്ടിലും മറ്റു പല സൽക്കാരങ്ങളിലും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സദസ്സിൽ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പേരിലോ അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ എത്രയോ യുദ്ധങ്ങളുണ്ടായി, അതിലൊക്കെ ശുഹദാക്കൾ ഉണ്ടായിട്ടുണ്ട്, അവരെ പേരിൽ ഒരു അൽഫാത്തിഹ വിളിച്ചിട്ട് ഹദിയ ചെയ്തതായിട്ട് ഒരു സഹീഹായ ഹദീസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അല്ല, നിങ്ങളിപ്പോ അന്ന് ചോദിച്ചൊക്കെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാ? നിങ്ങളെ ഞാൻ മറന്നിട്ടൊന്നുമില്ല, അങ്ങനെ മറക്കാൻ പറ്റൂല്ലോ. ഇതൊക്കെ നമുക്ക് അതിനെപ്പറ്റി എന്തൊക്കെ ചർച്ച ഉണ്ട്. നിങ്ങളാ കയ്യെട്ടണ കിതാബ് നോക്കാൻ പോയതെന്നല്ലോ, കൈ എവിടെ കെട്ടണ്ട് എന്നുള്ള തീരുമാനാക്കിയിട്ട്. അല്ല, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളോട് അത് ഞാൻ പറഞ്ഞുതരാം. അത് ക്ലാസ് ശ്രദ്ധിക്കാൻ വന്ന കുറേ മോമിനിയങ്ങളുണ്ട് ഇവിടെ. ഓരോട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞത്, ഒരു വിഷയം കണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുമ്പോൾ കുറേ ആളുകൾക്ക് കുറേ സംശയങ്ങൾ തീരും, ഒന്നുകൂടി വിശാലമായ അറിവ് കിട്ടും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ ഉളിയത്തൊക്കെ പഠിക്കാൻ അയക്കണോ സുഹൃത്തെ? കൊല്ലത്തിലൊരിക്കല്ലേ ഉളിയത്ത്. അതുകൊണ്ട് സൽക്കാരും ഫാത്തിഹയൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നിങ്ങളിപ്പോ നിക്കരിച്ചുമ്പോ കയ്യട്ടേണ്ട വല്ല തീരുമാനം വയ്ക്കണോ? ഓരോന്ന് പഠിക്കും കേട്ടോ. നിങ്ങൾ നേരത്തെ വന്നിട്ട് നിക്കരിക്കുമ്പോ കയ്യെട്ടേണ്ടത് അവിടെയാണ് ഇവിടെയാണ്, ഹദീസിലുണ്ട് നെഞ്ചിന്റെ മേലെയാണ് കെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിടലും വിട്ടു പോയതല്ലേ നിങ്ങൾ ഇവിടുന്ന്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒന്ന് തീരുമാനാക്കിയിട്ട് നമുക്ക് ബാക്കിയൊക്കെ പറയാം കേട്ടോ. മൂപ്പര് ചിലപ്പോ കയ്യെട്ടലിഞ്ഞ് നിർത്തിക്കൊണ്ടല്ലോ, എന്നാലും നിർത്തിയാലും ഇല്ലെങ്കിലും ആളുകൾക്ക് അതിന്റെ വിശദം അറിയണല്ലോ. മൂപ്പര് അന്നൊരു എന്തോ ഒരു നുണയൊക്കെ പറഞ്ഞു പോയതാണ് ഇവിടുന്ന്. കയ്യെട്ടൽ നെഞ്ഞത്താണെന്ന് ഹദീസിലുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയതാ.
അതുകൊണ്ട് അങ്ങനെ ആയാൽ പറ്റൂല. അതൊന്ന് തീരുമാനമാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനത്തിലെത്താം. നിങ്ങൾ മൈക്കെടുത്തോളി. ഒതുങ്ങത്ത് നമുക്ക് ഇനിയും പറയാം കേട്ടോ. നിങ്ങൾ മൈക്കെടുത്തോളി. സന്തോഷമുള്ളതല്ലേ? പക്ഷെ നിങ്ങൾ ഈ സംസാരത്തിൽ ഇങ്ങനെ സംസാരം വന്നതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. എന്റെ തീരുമാനങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ആര് പറഞ്ഞിട്ടുണ്ടോ എന്നത് അവനക്ക് ബാധകമല്ല, അവന് പ്രശ്നവുമല്ല. അവന്റെ ഏറ്റവും അവൻ ഇത്തിബായ് ചെയ്യേണ്ടത്, അവൻ പിൻപറ്റേണ്ടത് അവന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ഞിലാണ് കൈവച്ചത് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും അവനക്കത് ബാധകമേ അല്ല. അത് നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ നെഞ്ഞിന്റെ മുകളിൽ എന്ന വാദം എനിക്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ സംസാരം നിങ്ങളിൽ നിന്നുണ്ടാവാറുണ്ട്. ഞാൻ ആ വാദക്കാരനല്ല. നെഞ്ഞിമ്മൽ, അതായത് നെഞ്ഞിന്റെ പരിധിയിൽ നിന്ന് താഴോട്ട് പുറത്തു പോകാനും യാതൊരു തെളിവുമില്ല എന്നാണ് എന്റെ വാദം. എന്നല്ല നെഞ്ഞിന്റെ മുകൾ കത്തിരിപ്പൂട്ട് വെക്കണമെന്ന് ഞാൻ വാദിച്ചിട്ടില്ല, അത് ഞാൻ തെളിവും കൊണ്ടുവന്നിട്ടില്ല. അതാണ് എത്രയോ ഫുഖഹാക്കള് ആഖിർ സദർ മതി. നെഞ്ചിന്റെ മേലെ തന്നെയല്ല, ഇനി മുകളിലും മേലെയും കൂടി തമ്മിൽ ഖിലാഫ് ഉണ്ടായിട്ടേ നമ്മൾ അതിന്റെ മേലെ തെറ്റിപ്പിരിയാൻ നിൽക്കണ്ട കേട്ടോ. ഇനി മുകളിലാണോ മേലെയാണോ എന്നുള്ള ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഇനിയിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകണ്ട, അതോടക്കട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞതൊന്നുമല്ല. ഇപ്പൊ നെഞ്ചെ തന്നെ കെട്ടണ്ട്, അതിനുള്ള ഹദീസ് ഓതിന്ന്. നിങ്ങളാ ഹദീസ് ഓതിയും നിങ്ങൾ എന്തിനാ വെറുതെ നിങ്ങളിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കാര്യം ചെയ്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്, അതിനെതിരെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് നിങ്ങളിങ്ങനെ വീമ്പിളക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ തന്നെ ഞാൻ പറയണത്, വീമ്പിളക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് മർക്കട മുഷ്ടിയിൽ സംസാരിക്കണം ഞങ്ങൾക്ക് കഴിയൂല. കാരണം എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിനെതിരെ സ്വഹാബത്ത് പറയുന്നു വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇമാമിയങ്ങൾ അതിനെതിരെ പറയുന്നു വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അബദ്ധത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയേക്കാം. ലോക മുഅ്മിനീങ്ങൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് എതിരെ പറഞ്ഞു എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന് അല്ലാഹു തആല കനിഞ്ഞേകിയ വല്ലാത്തൊരു കളിമണ്ണിന്റെ തല തന്നെ കിട്ടണം. ആ തല പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾ തന്നെ ഓരിച്ചെടുത്തോളൂ, ഞങ്ങൾക്ക് യാതൊരു അസൂയില്ല. അത് അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂ. വെറുതെ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ പറഞ്ഞ നേരങ്ങൾ നിങ്ങൾ ആ ഹദീസ് ഉണ്ടെങ്കിൽ ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ഞമ്മലാണ് കയ്യെട്ടി എന്നുള്ള ഹദീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹദീസ് ഓതി. നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, ഒരു അബൂദാവൂദിന്റെ എന്താ പറഞ്ഞ് ഹെഡിങ് തെർജമയും കൊണ്ട് ഓതിയിരുന്നു. ഹെഡിങ്ങിൽ അങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അല്ലെ. ആ ഹെഡിങ് മുസ്ലിമിന്റെ ഹെഡിങ് വന്നപ്പോൾ അത് പോയി. ഹെഡിങ്ങിന്റെ ചർച്ച അടക്കട്ടെ, ഞാൻ കിട്ടുകാണ്ട് വിഷയം കളയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ കയ്യെട്ടി നെഞ്ചത്താണെന്നുള്ളതിന് ഹദീസ് ഉണ്ടെങ്കിൽ ഓത്. അങ്ങനെ ഹദീസ് ഞങ്ങൾ കണ്ടിട്ടില്ല, ഷാഫി ഇമാമ് കണ്ടില്ല, അബൂ ഹനീഫ ഇമാമ് കണ്ടില്ല, മാലിക് ഇമാമ് കണ്ടിട്ടില്ല, ഹംബലി ഇമാമ് കണ്ടിട്ടില്ല. ആ ലോകത്ത് മോമിനീങ്ങൾ കാണാത്തൊരു ഹദീസ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ അത് ഓതീന്ന്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു മടി, ഹദീസ് ഇങ്ങോട്ട് ഓതി കേൾക്കട്ടെ. മൈക്കെടുത്തോളി, ഹദീസ് ഓതി വേറെ വർത്താനൊന്നുമില്ല, മൈക്കെടുത്തോളി.